കാർഷിക വാർത്തകൾ. പുതിയ വിപണികളിൽ നിന്നും വളം ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. മാസങ്ങളായി ഇന്ത്യയിലേക്കുള്ള സ്പെഷ്യാലിറ്റി വളങ്ങളുടെ കയറ്റുമതി ചൈന തടഞ്ഞുവെച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം. ആഭ്യന്തര വളം കമ്പനികൾ ബെൽജിയം, ഈജിപ്ത്, ജർമ്മനി, മൊറോക്കോ, അമേരിക്ക എന്നിവിടങ്ങളിലെ ബദൽ വിതരണക്കാരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയിലേക്കുള്ള സ്പെഷ്യാലിറ്റി വളങ്ങളുടെ കയറ്റുമതി ചൈന തടഞ്ഞുവെച്ചതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ നീക്കം. രാസവള വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള പോഷകാധിഷ്ഠിത സബ്സിഡി പദ്ധതിക്ക് പുറത്താണ് സ്പെഷ്യാലിറ്റി വളങ്ങൾ വരുന്നത്. അതിനാൽ ഇവയ്ക്ക് സബ്സിഡിയില്ലെന്ന് രാസവള സഹമന്ത്രി അനുപ്രിയ പട്ടേൽ വ്യക്തമാക്കി. വിപണിയിലെ ആവശ്യകതകൾക്കനുസരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വളം കമ്പനികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, സംസ്ഥാന കാർഷിക സർവകലാശാലകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ സിങ്ക്, ബോറോൺ മിശ്രിതങ്ങൾ, നാനോ വളങ്ങൾ, സിങ്ക് സൊല്യൂബലൈസിംഗ് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ജൈവവളങ്ങൾ എന്നിവയുൾപ്പെടെ തദ്ദേശീയ ബദലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. AI അധിഷ്ഠിത കാലാവസ്ഥാ പ്രവചനങ്ങൾക്കനുസരിച്ച് കൃഷിയിൽ മാറ്റം വരുത്തി കർഷകർ. 13 സംസ്ഥാനങ്ങളിലെ കർഷകർ നടീൽ വരും തീരുമാനത്തിൽ മാറ്റം വരുത്തിയെന്നാണ് റിപ്പോർട്ട്. 2025 ഖാരിഫ് സീസണിൽ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ AI അധിഷ്ഠിത പ്രാദേശിക മൺസൂൺ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടീൽ തീരുമാനങ്ങൾ മാറ്റം വരുത്തിയതായി കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കി. PM കിസാൻ പോർട്ടൽ വഴി 13 സംസ്ഥാനങ്ങളിലെ 3,88,45,214 കർഷകർക്ക് ഹിന്ദി, ഒഡിയ, മറാത്തി, ബംഗാളി, പഞ്ചാബി ഭാഷകളിൽ പ്രാദേശിക മൺസൂൺ പ്രവചനങ്ങൾ ഫോൺ സന്ദേശമായി ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് മധ്യപ്രദേശിലും ബീഹാറിലും കിസാൻ കോൾ സെന്ററുകൾ വഴി കർഷകരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരുന്നു. 31 മുതൽ 52% കർഷകരും അവരുടെ നടീൽ തീരുമാനങ്ങൾ ക്രമീകരിച്ചതായി സർവേയിൽ പറയുന്നു. വിള ഉൽപാദനക്ഷമത, സുസ്ഥിരത, കർഷകരുടെ ഉപജീവനമാർഗം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയിലെ വിവിധ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും സർക്കാർ AI രീതികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് താക്കൂർ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വിളനഷ്ടം പരിഹരിക്കുന്നതിനും ദേശീയ കീടനിരീക്ഷണ സംവിധാനം, വിളപ്രശ്നത്തിൽ കീടബാധ കണ്ടെത്തുന്നതിന് AI, മെഷീൻ ലേണിംഗ് എന്നിവ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് വിളകളുടെ ഗുണമേന്മയിൽ സമയബന്ധിതമായ ഇടപെടൽ സാധ്യമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേന്ദ്ര സർക്കാർ അടിസ്ഥാന താങ്ങുവിലയും വിള സംഭരണവും ഇരട്ടിയാക്കിയെന്ന് കേന്ദ്ര കാർഷിക വികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ ക്ഷേമമാണ് സർക്കാരിന്റെ പരിഗണനയെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ വിളകളുടെ കുറഞ്ഞ താങ്ങുവില ഉൽപ്പാദന ചെലവിന്റെ ഇരട്ടിയെ നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, സംഭരണം 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത വിളവുകളുടെ ഉൽപ്പാദന ചെലവിനേക്കാൾ 50% വർധനവ് നൽകാൻ മുൻ സർക്കാർ വിസമ്മതിച്ചുവെന്നും ചൌഹാൻ പറഞ്ഞു. വിള ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കർഷകരിൽ നിന്ന് ശരിയായ വിലയ്ക്ക് വിളകൾ സംഭരിക്കുന്ന ഉറപ്പാക്കാനും കേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും മുൻ സർക്കാർ 2013-14 നെല്ലിന് അടിസ്ഥാന താങ്ങുവിലയായി 1310 രൂപ നൽകിയപ്പോൾ നിലവിലെ സർക്കാർ 2369 രൂപ നൽകാൻ തീരുമാനിച്ച് മന്ത്രി പറഞ്ഞു. കേന്ദ്രം തുവര, മസൂർ, ഉഴുന്ന് എന്നിവയുടെ ഉൽപ്പാദനത്തിന്റെ 100% വാങ്ങാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം പ്രകാരം തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ആപ്പിൾ, മുന്തിരി, ചുവന്ന മുളക്, ഇഞ്ചി എന്നിവയും കേന്ദ്രം വാങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.